അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാലേ നമ്മളൊരു 3 പ്രാവിനെ കൊണ്ടോട്ടിലേക്ക് കയറ്റിടുന്ന ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. അപ്പൊ 3 സബ്ജ ലൈനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. സബ്ജ മൈന, അതുപോലെ പുള്ളി, മേടപ്പള്ളിലേക്ക് ഇറങ്ങിയ പ്രാക്കളാണ്. അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. നമ്മളൊരു സബ്സ്ക്രൈബറെ പ്രാവ് കൊണ്ടോട്ടിയിൽ നിന്ന് പ്രാവ് അവരെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് അത് ഉണ്ണിയാലിൽ, ബ്രസീൽ ഉണ്ണിയാലിലുള്ള അഷ്കറിന്റെ കയ്യിലെ പ്രാവ് എത്തണം. അപ്പോൾ അഷ്കർ എന്ത് ചെയ്യുക, കാലിൽ റിങ്ങുണ്ട്, ആ നമ്പർ നോക്കിയിട്ട് ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ആയ കാരണം ആളെ നമ്മളെ വിളിച്ചിട്ട് പ്രാവിനോടെ എടുക്കാൻ പറഞ്ഞു. നമ്മളിവിടെ എത്തിച്ച സാധനത്തിന് നമ്മളെ കയ്യിലുണ്ട് സാധനം. അപ്പോൾ ഇതാണ് ആ പ്രാവ് കേട്ടോ. ഇതാണ് നമ്മളെ സുഹൃത്തിൻ്റെ പ്രാവ്, കൊണ്ടോട്ടിയിൽ നിന്ന് ഉണ്ണിയാലിലെത്തിയ പ്രാവ് ഇതാണ്. ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട് സാധനം, നമ്മളെ വീട്ടിലുണ്ട്. ഇനി നമ്മളെ കൂട്ടുകാരൻ കുറച്ച് പ്രാവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അതിനെ കയറ്റി വിട്ട് കൊടുക്കും. അപ്പോൾ ഇവരെ ഇതൊരു മേടപ്പനിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ കൊണ്ടോട്ടിലേക്ക് വിടണതിൽ തന്നെയാണ്. എൻ്റെ ചെറുപ്പം നമ്മൾ വെട്ടാണ്. ഏകദേശം ഒരു 10-ാം കല്ലിയൊക്കെ പ്രാവാണ്. അപ്പോൾ ഇനി നമ്മൾ ബോക്സ് ഒക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ചങ്ങരകുളത്താണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണത്. അപ്പോൾ അവിടെ കൊണ്ടുകൊടുത്തിട്ട് അവിടുന്നാണ് സാധനം കൊണ്ടോട്ടിലേക്ക് പോകണം. അപ്പോൾ കൊണ്ടോട്ടിലേക്ക് ഡയറക്റ്റ് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ രാമനാട്ടുകരയിൽ നിന്ന് ആ സുഹൃത്തെടുക്കാന്ന് പറഞ്ഞത് നമ്മൾ ബോക്സ് കെട്ടി കൂട്ടിയിട്ട് സെറ്റപ്പ് ആക്കി നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് നേരെ ചങ്ങരകുളത്ത് കൊടുക്കും, അവിടുന്ന് രാമനാട്ടുകരയിലേക്ക്. അപ്പോൾ നമ്മൾ ചങ്ങരകുളത്ത് വണ്ടിയിട്ട് കൈമാറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ടോക്കൺ നമ്പർ അവർ ഒട്ടിക്കും. ആ ടോക്കൺ നമ്മൾ ആ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് ആ ടോക്കൺ പ്രകാരമാണ് വണ്ടിയിൽ സാധനം ഇവിടെ ഇറക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ കൊടുത്ത ബോക്സൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ രീതി.